ആൽഫ്രഡ് ജൻസൺ. കീം 2026 കേരള 6 കരസ്ഥമാക്കിയ വിദ്യാർത്ഥി. എറണാകുളം വാഴക്കുളം കടലിക്കാട് സ്വദേശി പുത്തമ്പുരയ്ക്കൽ വീട്ടിൽ അധ്യാപകനായ ജെൻസൺ പി ജോണിന്റെയും സീനിയർ ക്ലർക്കായി സേവനമനുഷ്ഠിക്കുന്ന സീമ എം നായരുടെയും മകനാണ് ആൽഫ്രഡ് ജെൻസൺ. ജെഇ മെയിൻ പരീക്ഷയിൽ 881 റാങ്കും ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷയിൽ 1489 റാങ്കും അഖിലേന്ത്യാ തലത്തിൽ ആൽഫ്രഡ് കരസ്ഥമാക്കിയിരുന്നു. കീം എൻട്രൻസ് എക്സാമിലും ഉന്നത വിജയം നേടിയ ആൽഫ്രഡിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആൽഫ്രഡിന്റെ വിജയരഹസ്യം പഠന രീതി നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിലെ എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ഏറെ ഉറ്റുനോക്കുന്ന കീം 2026 എക്സാമിനേഷന്റെ റിസൾട്ടുകൾ അങ്ങനെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കീം 2026 ഏറ്റവും മികച്ച ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്ന ആൽഫ്രഡ് ജെൻസൺ ആണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. ആൽഫ്രഡ്, ആദ്യമേ തന്നെ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോൾ കീം കേരളത്തിൽ ഭയങ്കര ഒരു ഹൈപ്പ് ഉള്ള ഒരു എക്സാമാണ് കീം എക്സാം എന്ന് പറയുന്നത്. റിസൾട്ട് അറിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു മൊമെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? വളരെയധികം സന്തോഷമുണ്ട്. ഒരു നല്ല മാർക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. കീം എക്സാം ബ്രില്യന്റിന്റെ മോഡൽസ് ഒക്കെ ഞാൻ റെഗുലറായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. 3 hour എക്സാംസ് ഒക്കെ എഴുതുമായിരുന്നു. കീമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒബ്വിയസ്ലി ഈസ് ഡിഫറെന്റ് ഫ്രം ജെഇ മെയിൻ ആൻഡ് അഡ്വാൻസ്. കുറച്ചുകൂടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ പക്ഷേ ക്വസ്റ്റ്യൻസിന്റെ ലെവല് കമ്പാരിറ്റീവ്ലി നല്ലോണം ഈസിയാണ്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് കീമിന്റെ എക്സാമിലെ കാര്യം ഇരിക്കുക. അപ്പോൾ കോൺസെപ്റ്റ് ബേസ്ഡ് ഒരു ടൈം മാനേജ്മെന്റിന്റെ കളിയാണ് കീം എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് എടുപ്പായതുകൊണ്ട് തന്നെ കെയർലെസ് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ബ്രില്യന്റ് എക്സാംസ് ഒക്കെ എടുത്തുമ്പോൾ എനിക്ക് മിനിമം ഒരു 10 ഇൻകറക്റ്റ് കെയർലെസ് ആയിട്ടൊക്കെ വരുമായിരുന്നു. ശരിക്കുള്ള എക്സാം എഴുതിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് ഐ ഹോപ്പ്. അത്രയ്ക്ക് ഇൻകറക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മാത്രമല്ല, ബ്രില്യന്റിന്റെ മോഡൽസ് ഒക്കെ എഴുതിയോണ്ട് തന്നെ കുറച്ചുകൂടെ NCERT നല്ലോണം തറവാക്കാൻ സാധിച്ചു. NCERT ബേസ്ഡ് ആണ് കീമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും. ഒത്തിരി ആപ്ലിക്കേഷനിലേക്ക് പോകാണ്ട് തിയറി ബേസ്ഡ് ആയിട്ടാണ് കുറച്ചുകൂടെ ചോദിക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു കീം എക്സാമുമായിട്ടുള്ള അല്ലെങ്കിൽ കീം എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ്? അതിനുവേണ്ടി തന്നെ ഒരു പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നോ അതോ എങ്ങനെയായിരുന്നു? അതിനുവേണ്ടി മാത്രം ഞാനിങ്ങനെ പ്രിപ്പറേഷൻ സമയം മാറ്റി വെച്ചിട്ടില്ല. നമ്മുടെ ജെ അഡ്വാൻസ് മുമ്പിൽ നിൽക്കുമായോണ്ട് നമ്മളങ്ങനെ ടൈം വേറെ ഒന്നിലേക്ക് ഡീവിയേറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചില്ല. അപ്പോൾ ഞാൻ ബ്രില്യന്റിന്റെ മോഡൽസ് എഴുതും. അപ്പോൾ അങ്ങനെ ഒരു 3 hours ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. ഒരു ആഴ്ചയിൽ ഒരു 3 മോഡലെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാനൊക്കെ എഴുതി ആ ഒരു 3 മണിക്കൂർ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു കീമിന് വേണ്ടി. നല്ലോണം നല്ല ഫോക്കസ് ചെയ്ത് ഒന്നും തെറ്റാണ്ടൊക്കെ എഴുതാനായിരുന്നു എപ്പോഴും എൻ്റെ ലക്ഷ്യം. അപ്പൊ അതാണല്ലോ ഏറ്റവും മാറ്റർ ചെയ്യുന്നതാണ്. നമുക്ക് എഴുതുന്ന ഫാസ്റ്റ് എഴുതി പോകാം, തെറ്റാൻ പാടില്ല. അപ്പോൾ അത് ഇൻകറക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് തന്നെ. എനിക്ക് ഏതെങ്കിലും മോഡലിൽ എനിക്ക് NCERT-ലുള്ള ഏതെങ്കിലും പോയിന്റ് ആയിരിക്കും ചോദിക്കുക, പക്ഷെ ഞാൻ മറന്നു പോയതാണ് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ NCERT പോർഷൻസ് ഒക്കെ ഇങ്ങനെ കവർ ചെയ്ത് പോകാനും നമ്മൾ കുറച്ച് ടൈമേ കൊടുക്കുമെങ്കിലും ആ കൊടുക്കുന്ന ടൈം നല്ലോണം എഫക്റ്റീവായിട്ട് കോൺസെപ്റ്റ്സ് ഒക്കെ നല്ലോണം NCERT ഒക്കെ നല്ലോണം ബൈഹാർട്ടാക്കി വെക്കാനായിരുന്നു കീമിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ഈ എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതാൻ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരോടൊക്കെ എന്താണ് ആൽഫ്രഡിന് പറയാനുള്ളത്? എനിക്ക് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് NCERT എപ്പോഴും നല്ല തറവായിട്ട് വെക്കുക എന്നുള്ളതാണ്. ബോർഡ് എക്സാമിന് പഠിക്കുമ്പോൾ എന്തായാലും നമ്മൾ NCERT കൂടെ ഒരു ഗോ ത്രൂ എന്തായാലും ചെയ്യും ഫുള്ളി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചുകൂടാണ്ട് മുക്കിലും മൂലയിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ടീമിന് അങ്ങനെ ചോദിക്കുന്ന നിർബന്ധമില്ല, പക്ഷെ ചോദിച്ചാൽ നമുക്ക് കിട്ടിയ മാർക്ക് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ NCERT എപ്പോഴും നല്ലോണം തറവായിട്ട് വെക്കുക. അതിന്റെ ബേസിലാണ് 90% ഓഫ് കീം ചോദ്യങ്ങളും അങ്ങനെയാണ് വരിക. പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. ടൈമൊക്കെ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ നല്ലോണം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. കാരണം കുറെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം 3 മണിക്കൂർ കൊണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലോണം പ്രാക്ടീസ് വേണം. ഒരു 150 ചോദ്യങ്ങളുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മാത്സിൽ തന്നെ 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ അതൊക്കെ മൊത്തം ചെയ്തെത്തിയാൽ നമുക്ക് ഒരു നല്ല സ്കോർ എന്തായാലും ഗ്യാരണ്ടീഡ് ആണ് കീമിന്. അപ്പോൾ ടൈം വെച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക, പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. അതുമാത്രമല്ല സ്റ്റെപ്പൊക്കെ എങ്ങനെ എഴുതി പോവാണെങ്കിൽ ഇൻകറക്റ്റ് കുറയാനുള്ള നല്ല ചാൻസും ഉണ്ട്. നല്ലോണം ഫോക്കസോടെ പരീക്ഷ എഴുതുക. പ്രത്യേകിച്ച് ഒത്തിരി വലിയ പ്രിപ്പറേഷന്റെ നല്ല ഡീപ്പായ പ്രിപ്പറേഷന്റെ ആവശ്യം. കാരണം നമ്മൾ ഓൾറെഡി ബ്രില്യന്റ് ജെഇ പ്രിപ്പറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ സ്കീമിലേക്ക് അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യണം ഓഫ് കോഴ്സ്. പക്ഷേ അതിനായിട്ടൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും നമുക്കത് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് സമയം NCERT ഓറിയന്റഡ് ആയിട്ട് മാത്രം മാറ്റി വെച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എക്സാംസ് പൊതുവെ നല്ല ഫോക്കസ് ആയിട്ട് ഇൻകറക്റ്റ് വരാണ്ട് എഴുതിയാൽ മാത്രം മതി. കീമിന് നല്ല സ്കോർ ഗ്യാരണ്ടീഡ് ആണ്.
ഓക്കെ, അപ്പോൾ 2026 കീം എക്സാമിൽ വലിയൊരു വിജയം നേടിയതിന് ഒന്നുകൂടി കൺഗ്രാജുലേഷൻസ് ആൽഫ്രഡ്, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.